ഹായ് ഹലോ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ എളുപ്പം എങ്ങനെ തയ്യാറാക്കാൻ പറ്റും നാടൻ രീതിയിൽ കുമ്പളങ്ങ കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. രാവിലെ തന്നെ നമ്മൾ ചായയൊക്കെ ഇതാ നന്നായി തിളച്ച് വന്നിട്ടിട്ട് ഇതാ നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ ഇതാ റെഡി ആയിട്ടുണ്ട്. ലേശം പരിപ്പ് കൂടി അടുപ്പിൽ കഴുകിയിടുന്നുണ്ട്. കുമ്പളങ്ങ നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കുറച്ച് ചെത്തിയപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്നൊരു പ്ലാനിങ് വന്നത്. അങ്ങനെ പോയിട്ട് അതിനെയും കൂടി നമ്മൾ ഫോണിനും കൂടി എടുത്തിട്ട് വന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കുമ്പളങ്ങ സാധാരണ രീതിയിൽ വെച്ചാൽ അടിപൊളി ടേസ്റ്റൊക്കെ തന്നെയാണ്. നമ്മൾ പരിപ്പിൻ്റെ കൂടിയാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത്. നമ്മളിങ്ങനെയാണ് വെക്കാറ്. നിങ്ങളെങ്ങനെയാണ് വെക്കാറെന്നൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അങ്ങനെ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കണം. നിങ്ങളിങ്ങനെയൊക്കെയാണോ വെക്കാറ് എന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. നമ്മളിങ്ങനെയൊക്കെയാണ് വെക്കാറ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റൈലിലാണെങ്കിൽ അതുകൂടി പറയാൻ മറക്കല്ലേ. അതിൻ്റെ കുരു ലേശം മൂത്ത തോലയുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇട്ട് കൊടുക്കാം. മുളച്ചാൽ ഭാഗ്യം. ഇവിടെ അപൂർവമാണ് കേട്ടോ കുമ്പളങ്ങയും വെള്ളരിയൊക്കെ കറി വെക്കൽ. അല്ലെങ്കിൽ പച്ചടിയൊക്കെ വെച്ചാലാണ് എല്ലാവർക്കും ചിലവുണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി അരിഞ്ഞെടുത്തിട്ടാണ് ഞാൻ കഴുകുന്നത്. അന്നേരം നമുക്ക് കുറച്ചുകൂടി ഇതാണല്ലോ. ചിലവരെന്താക്കും കഴുകിയിട്ടാണ് അരിയാറ്. ഞാൻ അരിഞ്ഞിട്ടാണ്. തോല് എത്തിയപ്പോൾ പിന്നെ അങ്ങനെ തന്നെ മൂന്ന് വശം എന്തോ ഒരു ചെറിയ മുറിച്ച് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട്. ഒരു ചായ കളറ് പകുതി കഷ്ണമാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇന്നലെ സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ കൊണ്ടുവന്നതാണ്. അന്നേരം അതിലിട്ടിട്ടാണ് തോന്നുന്നുണ്ട്. എല്ലാ സാമ്പാർ കഷ്ണത്തിൻ്റെ ഇതൊക്കെ ഇതിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അത് കഴുകി എല്ലാം ചെത്തി കളഞ്ഞിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചാനൽ എന്നും പറയും പോലെ നമ്മളെ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും കമൻറ്റും കൂടി ചെയ്യണേ. അങ്ങനെ ഇതാ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി പരിപ്പിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. സിമ്പിൾ പരിപാടിയാണേ. എളുപ്പം തയ്യാറാക്കാനും കഴിയും. എന്താ പറയുക, അടിപൊളി ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ വേറെ കറിയൊന്നും വേണമെന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴേലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇവിടെ ടേസ്റ്റ്. എന്നും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇവരാരും കൂട്ടില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കിയാലാണ് ഇവർക്കെല്ലാം ഇഷ്ടമുള്ളൂ. അങ്ങനെ ഇതാ നമ്മളൊന്ന് കഴുകിയെടുത്തിട്ട് വന്ന് പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലിടുകയാണെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതി. എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ലേശം വെളുത്തുള്ളി കൂടി പൊളിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങയും ജീരകം കൂടി ഒന്ന് അരച്ചെടുക്കണേ. അതും കൂടി ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. അങ്ങനെ ഇതാ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ലേശം മല്ലിപ്പൊടി,
ലേശം മുളക് പൊടി, എരിവിനാവശ്യത്തിന് മുളക് പൊടി എല്ലാം ഇട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ കുഞ്ഞൂട്ടൻ പാത്രമൊക്കെ ഇട്ട് എറിഞ്ഞ് പൊളിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ നമ്മളെ ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും അരപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ട് വരാം നമുക്കൊന്ന്. അങ്ങനെ ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരപ്പ് പറഞ്ഞാൽ തേങ്ങയിലേക്ക് ശേഷം ജീരകം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി, അടിപൊളി വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ ഇവിടെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാം മിക്സാക്കി കൊടുത്ത് അത് വെയിറ്റ് ചെയ്യാം. അതാ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടുകും ഉള്ളിയും ഒക്കെ ഒന്ന് വഴറ്റി പൊട്ടിച്ച് കഴിഞ്ഞാൽ, കടുകും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അതിലേക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി ഇവിടെ അടിപൊളിയായി തയ്യാറാവും. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരണം കേട്ടോ. നമ്മൾ കറി വയ്ക്കുമ്പോൾ ലേശം ഉള്ളി മൂത്തെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി കടുകെല്ലാം പൊട്ടി നല്ല ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മളെ ടേസ്റ്റിയായ കുമ്പളങ്ങ കറി ഇവിടെ തയ്യാർ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ അടുത്തൊരു വീഡിയോ വരെ. താങ്ക് യു, ബൈ.